വെളുപ്പിന് 2 മണിയായപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകുക. ഇടി വെട്ടുമ്പോഴുള്ള ശബ്ദമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വല്ല ഇടി വെട്ടിയതായിരിക്കും. അപ്പോൾ തുലാവർഷമല്ലേ. പിന്നെ ഒന്നുകൂടെ കേട്ടപ്പോൾ തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അതാ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അവിടെ വെള്ളം ഇറച്ചി കയറി വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും ആദ്യം പറഞ്ഞത് മുല്ലപ്പെരിയാർ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. നോക്കിയപ്പോൾ തെക്കുന്ന് വടക്കുന്ന് വെള്ളം മഞ്ഞില്ല. അപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സും മാറി വാട്ടർ അതോറിറ്റിയിലെ സ്റ്റാഫിനോട് ചെന്ന് പറയാൻ നോക്കിയപ്പോഴേക്കും അവരുടെ മുറ്റത്ത് മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ അവരെ സെർച്ച് ചെയ്യണം എന്താ വെള്ളം. ഞാൻ നിങ്ങളുടെ മുറ്റത്തല്ല, ഞങ്ങളുടെ പുറകിലാണ് വെള്ളം പൊട്ടി മതിലൊക്കെ ഇടിഞ്ഞു ഒളിഞ്ഞ് വീഴുന്നത്. അപ്പോഴാണ് അവരത് കാണുന്നത്. അപ്പോൾ തന്നെ അവരൊരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ അകത്തത്തെ ഒരു വലിയൊരു വാൽവ് ഉണ്ടായിരുന്നു, അത് അടച്ചപ്പോഴേക്കും പിന്നെ സ്ലോ ആകാൻ തുടങ്ങി. സ്കൂട്ടർ, ഓട്ടോയും അതുപോലെ മറ്റുള്ള വണ്ടികളും ഒക്കെ ഒഴുകി. ഇത്രയും വലിയ സംഭവം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. വീട്ടിൽ നിന്ന് അകത്തുനിന്ന് ഇറങ്ങി നമ്മൾ വെള്ളത്തിലാണ് ഓടുന്നത്. ആകെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ആളെല്ലാം ഭയപ്പെട്ടു പോയി. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. റോഡ് തകർന്ന്, അതുപോലെ വീടുകളിൽ വെള്ളം കയറി, വാഹനങ്ങൾ ഒരുപാട് കേടുപാട് പറ്റിയിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ ചുറ്റുമതിൽ തകർന്ന്. താഴത്തെ വീട്ടുകാരെ എല്ലാവരും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കമ്പ്യൂട്ടറും ഒക്കെ ആൾക്കാരുടെ എല്ലാം പോയിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇന്ന് പുലർച്ചെ തമ്മനത്ത് സംഭവിച്ചത്. രാത്രിയിൽ കിടന്നുറങ്ങിയവർ ഞെട്ടി എഴുന്നേൽക്കുകയായിരുന്നു. എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് കാൽ താഴേക്ക് വയ്ക്കുമ്പോൾ വെള്ളത്തിലായിരുന്നു. വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. പുറത്ത് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അകത്തേക്ക് വെള്ളം തള്ളിക്കയറുന്നു. പെട്ടെന്ന് ജനാല തുറന്നവർക്ക് പുറത്ത് മഴയില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? തമനത്തുകാർ ആശങ്കപ്പെട്ടു. വീട്ടിലെല്ലാ സാധനങ്ങളും പോയോ? എല്ലാ സാധനങ്ങളും വെള്ളത്തിലായി. എന്താ അവസ്ഥ ഇപ്പോൾ വീടിനകത്തെ? അതിൻ്റെ അവസ്ഥ എല്ലാവരും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടകത്ത്. ഇത് എത്രത്തോളം വെള്ളം കയറി ഇവിടെ? ഇവിടം വരെയും കയറി, കട്ടിൽ മുങ്ങി, ഇവിടം വരെയും കയറി. അതായത് വീടിനകത്തൊരു 2 അടി വെള്ളം പൊങ്ങി. 2 അടി വെള്ളം മുങ്ങി. കട്ടിൽ വരെ നനഞ്ഞിരിക്കുകയാണ്. അകത്ത് കാണാം. ഈ വീടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നശിച്ച അവസ്ഥയിലാണ്. അവരുടെ കട്ടില്, കിടക്ക, അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഇതെല്ലാം നനഞ്ഞ അവസ്ഥയാണ്. എല്ലാം അലമാരിയിൽ വെച്ച തുണികൾ മുതൽ ചെളി കയറി കിടക്കണം. 2 തട്ട് വരെയും കയറി. എന്നാണ്ട് ഒരു സ്വരം കേട്ടപ്പോൾ ഞാൻ ചാടി എണീറ്റപ്പോൾ വെള്ളത്തിലെ കാലി വിട്ടേക്കണം. പിന്നെ ഇങ്ങനെ ശക്തിയിൽ ഇങ്ങോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് ഈ നെറ്റ് തള്ളി തുറക്കാൻ പറ്റണില്ല. അപ്പുറത്തേക്കൊന്ന് കിടക്കണ്ടേ, എന്താ വെള്ളം പറ്റിയേക്കണേന്ന് അറിയില്ല. മഴയുമില്ല. കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, അമ്മ വെള്ളം കയറുന്നു എന്നും പറഞ്ഞിട്ട്. നിലത്താ കിടന്ന് ഇന്നലെ. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങനെ വെള്ളം കയറി. ഞങ്ങളും അത് എവിടുന്നാ വെള്ളം വരുന്നത്, വെള്ളം എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. മഴ പെയ്യുന്നുമില്ല. നോക്കിയപ്പോൾ ഇങ്ങനെ പെട്ടെന്നാണ് വെള്ളം അകത്തോട്ട് ഇങ്ങനെ കയറി വന്നത്. നമ്മൾ ആ വെള്ളം കണ്ട് എണീറ്റ് ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ മുട്ടിന് മേളിൽ വെള്ളമായി. അല്ല, മുട്ടിനല്ല, കണ്ണയ്ക്ക് മേളിൽ വെള്ളമായി. ആ, സാധനങ്ങളൊക്കെ പോയോ? സാധനങ്ങൾ ഇത് ബക്കറ്റൊക്കെ ഇവിടെ വെച്ചെന്ന് എന്തെന്ന് അറിയില്ല. കുറേ സാധനങ്ങളൊക്കെ പോയി, ചെരുപ്പും ഒക്കെ പോയി. വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോഴും വെള്ളത്തിലിരിക്കുന്നു. അവിടെ വെള്ളം പോകാനുള്ള ഇത് പുറത്തോട്ട് പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ ഇരിക്കുമോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് പായ കിടന്നപ്പോൾ ദേഹം മൊത്തം വെറ്റായി പോലെ. അപ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ ഇവിടെ കാലയിലൊക്കെ വെള്ളം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുപ്പിയിൽ വെള്ളം മറിഞ്ഞു വീണാണെന്ന് നിർത്തി ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അവളും എണീറ്റു. അമ്മ ഇതേണ്ട ദേഹത്ത് വെള്ളമായിന്ന്. അത് ഞങ്ങൾ എണീറ്റ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ വീടിൻ്റെ അകത്തൂടെ ചാടി മറിഞ്ഞായിരുന്നു വെള്ളം കയറിക്കൊണ്ടിരുന്നു. ചെളിവെള്ളം അങ്ങനെ ചാടി മറിഞ്ഞു. എൻ്റെ മേത്തുമത്ത് വെള്ളമായി, അവളുടെയായി. അന്നേരം ഞങ്ങൾ അമ്മാനെ വിളിച്ചു. അമ്മാനാണെങ്കിൽ കഥ നോക്കിയപ്പോൾ വീടിൻ്റെ അകത്ത് മൊത്തം കയറിയിട്ടുണ്ടായിരുന്നു വെള്ളം. എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒഴുകിപ്പോകുന്നതല്ലേ. വീടുകൾക്ക് പുറത്തേക്ക് പലരും ഇറങ്ങിയോടി. ഇരുണ്ട വെളിച്ചത്തിൽ കാണുന്നത് ചുറ്റുമുള്ള മതിലുകൾ പലതുമില്ല. റോഡിലൂടെ വലിയ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്നു. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകളും ഇരുചക്ര വാഹനങ്ങളുമൊക്കെ മറ്റെങ്ങോട്ടേക്കോ ഒഴുകി മാറിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചല്ല മോട്ടറും അല്ല ഞാൻ ഓണാക്കിയിട്ടിട്ട് അകത്ത് വല്ലതും വെള്ളം കയറാൻ ആദ്യം വിചാരിച്ചു. എന്താ സംഭവിച്ചാൽ നമുക്ക് പിടി കിട്ടുന്നില്ല. എന്നിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഇത് ഇത്രയും പൊക്കത്തെ വെള്ളം. അപ്പം ഇവിടെ ഇതുകൊണ്ട് ആ സാധനം കണ്ടോ, ആ സാധനം ഇത് ഇവിടെ ഇരുന്നതാണ്.
അവിടെ കിടന്നിരുന്ന ഓട്ടോ ഇവിടെ കിടക്കുന്നു. ഈ വണ്ടിയെല്ലാം മറിഞ്ഞ് അവിടെ ഇരുന്ന വണ്ടിയാണ് ഈ സ്കൂട്ടർ എല്ലാം പോയി. എല്ലാം അവിടെ നിന്ന് അവിടെ അതുപോലെ ഫോഴ്സിലാണ് സാധനം വന്നത്. പിന്നെ ഇവിടെ കുറേ പട്ടി ഉണ്ടായിരുന്നു, അതൊരു പട്ടി ഉണ്ടായിരുന്നു, അതിനൊന്നും കാണുന്നില്ല, അതൊക്കെ ഒഴുകി പോയെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഒരു സിസ്റ്റം പോയി. 1 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ എഡിറ്ററാണ്, വീഡിയോ എഡിറ്ററാണ്. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സിസ്റ്റം 1 ലക്ഷം രൂപ അടുത്ത് അത്ര വിലയുണ്ട്. അതിനകത്ത് മൊത്തം വെള്ളം കയറി, ഫ്രിഡ്ജ് പോയി. ഇവിടെ എല്ലാവരുടെ അവരുടെ വീട്ടുകാരുടെ ഫ്രിഡ്ജ് പോയിട്ടുണ്ട്. ഇവരുടെ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ ബോസിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, അത് പോയി. ഭയങ്കര നഷ്ടമാണെന്നിരിക്കുന്നത് എല്ലാവർക്കും. പിന്നെ പുള്ളിയുടെ ഓട്ടോയുടെ എഞ്ചിനകത്തൊക്കെ വെള്ളം കയറിയെന്ന് തോന്നുന്നു. പിന്നെ കുറേ 2-3 അവിടെ ഒരു 3-4 മൊത്തത്തിൽ ഒരു 5-6 ടൂ വീലറും 2-3 ഓട്ടോയും പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ വണ്ടി ഇവിടെ അകത്ത് കയറിയിരുന്നുകൊണ്ട് എൻ്റെ വണ്ടി പോയില്ല. ബാക്കി മൊത്തത്തിൽ നല്ല പണി കിട്ടി. എന്താ സംഭവിച്ചെന്നില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. വെള്ളം വന്ന് കയറി ഇറങ്ങി പോയതെല്ലാം 1.5 മണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നു. ഒപ്പമുള്ളവർ സുരക്ഷിതരാണോ എന്നറിയാനായിരുന്നു പിന്നീടുള്ള നെട്ടോട്ടം. ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല. വീട്ടുസാധനങ്ങൾ എല്ലാം തന്നെ നശിച്ചു. കട്ടിൽ, കിടക്ക, തുണികൾ, പലവ്യഞ്ജനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എല്ലാം വെള്ളം കയറി. ഇൻവെർട്ടർ, ടാങ്ക്, ബാറ്ററി, ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഒക്കെ പോയി. ഒരു വലിയ മണ്ണിടിച്ചിലിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾ ഇതിൽ പൊക്കി എടുക്കണം കേട്ടോ. വാഹനങ്ങൾ, ഈ വാഹനങ്ങളുടെ ഉടമകൾ പോലും അറിഞ്ഞിട്ടില്ല ഇത്തരത്തിലൊരു അപകടമുണ്ടായ വിവരം, ഇല്ലെങ്കിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ട വിവരം. ഇത് ഇവിടെ താമസിക്കുന്ന ആളുകളുടെയാണോ, വാടകക്കാരുടെയാണോ ഈ വണ്ടികൾ? വണ്ടി മോളുടെ ഉണ്ട്, വാടകക്കാരുടെ ഉണ്ട്. ഇപ്പം എന്തായാലും ചെളി കയറിയിട്ടുണ്ട്? എത്ര അടിയാണ് ചെളി കയറിയിരിക്കുന്നത്? ചെളി ഇപ്പോൾ ഇവിടെ ഒരു 2 അടിയോളമുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തിയിൽ ഒരു കാറ് തെന്നി നീങ്ങിയിട്ടുണ്ട്. ഒപ്പം മതിലും കാറിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഈ വീട്ടിൽ താമസിക്കുന്ന വാടകക്കാരുടെ കാറാണ് ഇത്. ആ വീടിൻ്റെ മതിലിടിഞ്ഞ് ഈ കാറും കുറച്ചപ്പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ റോഡിൻ്റെ നടുക്കായിട്ടാണ് കിടക്കുന്നത്. കുറച്ചപ്പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത്. കാറ് വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഇങ്ങോട്ട് നീങ്ങി വന്നു. ആ സമയത്ത് മതിലിടിഞ്ഞ് വീഴുകയും ചെയ്തു. അങ്ങനെ കാറിൻ്റെ മുകളിലേക്കാണ് ഈ മതിൽ ഇടിഞ്ഞ് വീണത്. ചേച്ചി, ഇവിടെ എന്തോരം വരെ വെള്ളം കയറി? ഇവിടെ ഈ മതിലിൻ്റെ ഈ ഭാഗം വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീടിൻ്റെ ഗ്ലാസിൻ്റെ ഇത് കണ്ട അവിടെ വരെ വെള്ളം വരുന്നു. പിന്നെ ഞങ്ങൾ കോരി കളയുക ചെയ്തത്. ഇപ്പോഴേ ഓസിട്ടേക്കണേണ് പുറത്തേക്ക് വെള്ളം പോകാനായിട്ട്. നിങ്ങൾ എപ്പോഴാണ് എങ്ങനെ അറിഞ്ഞത്? ഇതൊരു വലിയൊരു ശബ്ദം കേട്ട് ഞങ്ങൾ നോക്കുമ്പോൾ മഴ വീണ പോലെ ഒരു ഒച്ചയും കേട്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ അരിച്ചു. അപ്പോൾ എല്ലാവരും കിടന്ന് ഒച്ചപ്പാടും വെള്ളമൊക്കെ എടുത്ത് വരിക ചെയ്തത്. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും വണ്ടികളൊക്കെ ഒഴുകി വന്നി, കാറും ഓട്ടോറിക്ഷയൊക്കെ ഒഴുകി വന്നാണ് കാണുന്നത്. ഇവിടെ വാഹനങ്ങളുണ്ടായിരുന്നോ ചേച്ചി? വാഹനങ്ങളുണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ അല്ല. ഈ വെള്ളം ഫുള്ള് ഇവിടെ ചെളിയും മണ്ണും ഒക്കെ ആയിരുന്നു ഇവിടെ നിറയായിട്ട്. പിന്നെ ഇപ്പം ഇതിൻ്റെ അടിയിൽ വാട്ടർ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് അടിച്ച് കയറിയിട്ടുണ്ട്. ഈ വീടിനുള്ളിലേക്കും കയറി? ഇങ്ങോട്ട് അകത്തേക്ക് കയറി. ഇപ്പം കുറച്ച് ഞങ്ങൾ കോരി കളഞ്ഞത്. ഇനിയിപ്പോൾ മോട്ടർ വെച്ച് കളയാനുണ്ട്. പെട്ടെന്നായി എല്ലാവരുടെയും വീടും മോശമായി കിടക്കണത്. അവിടെയൊക്കെ കാണണം വീടൊക്കെ അടിച്ച് കഴിയട്ടെ. ആ വീടിൽ നിന്ന് അടിച്ച് കഴിയിട്ട് അടുക്കളയിലോട്ടൊക്കെ വന്നേണ്. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാ. എല്ലാവരും ഉറക്കത്തിലായിരുന്നല്ലോ? എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഒരു 2:15 ആയപ്പോൾ തുടങ്ങിയേക്കണം. അതായത് നിങ്ങളൊക്കെ എങ്ങനെയാ അറിഞ്ഞത് വെള്ളം കയറി? ഞങ്ങൾ കൗൺസിലർ വിളിച്ചപ്പോൾ അറിഞ്ഞത്. ഭയങ്കര ചാട്ടോർന്ന് വെള്ളം, നല്ല ശക്തിയിൽ കുതിച്ചു വരിക. നല്ല ശക്തിയിൽ അവിടെ നിന്ന് ചാടിയാണ് വെള്ളം വന്നത്. കണ്ണടച്ചു തുറക്കും മുൻപ് വീടിനകത്ത് മുഴുവൻ വെള്ളം കയറിയ അവസ്ഥയിലായിരുന്നു ഓരോരുത്തരും. പുലർച്ചെ 5 മണിയായപ്പോഴേക്കും വെള്ളമൊഴുക്ക് അല്പമൊന്ന് കുറഞ്ഞു. അപ്പോഴാണ് നാട്ടുകാർക്ക് ആശ്വാസമായത്. എല്ലാം ഒഴുകി വന്നാണ്. ഇതെല്ലാം ഇവിടെ നല്ല നീറ്റായിരുന്നു. ഇവിടെ ഈ അടുത്തിടക്കാണ് ഈ റോഡ് അവർ കട്ട വിരിച്ചത്. ഈ അടുത്തിടക്കാണ് ഇതിപ്പോൾ ഈ അവസ്ഥയിലായി. ഈ വണ്ടി ഇതിനകത്ത് പെട്ടുപോയിരുന്നു. വണ്ടിയൊക്കെ ഇവിടെ വീണ് മറിഞ്ഞു കിടക്കായിരുന്നു. ഞങ്ങൾ നേരെ എടുത്ത് വെച്ചതാണ്. എല്ലാം വീണ് കിടക്കായിരുന്നു. എല്ലാ വണ്ടിയും വീണ് കിടക്കായിരുന്നു. 2 വണ്ടിയും മറിഞ്ഞ്, ആ സ്കൂട്ടറും ഈ സ്കൂട്ടറും മറിഞ്ഞു കിടക്കുക. ഞാൻ നോക്കുമ്പോൾ വെള്ളത്തിലിരുന്ന് ചരിഞ്ഞ് കിടക്കുകയും. അപ്പോൾ ഇനി ഇഞ്ചിനകത്ത് വെള്ളം കയറിയെന്ന് കണ്ടറിയണം. പിന്നെ ഓട്ടോറിക്ഷ ഒഴുകി വരണം വന്ന അവിടുന്ന്. ആ വണ്ടി ഒഴുകി ഇവിടം വരെ വന്ന്. മഞ്ഞ അത് ഇവിടെ ആയിരുന്നു കിടന്നിരുന്നത്. ഇവിടെ വന്ന് കിടക്കായിരുന്നത്. ഒഴുകി ഇവിടെ വന്ന് കിടക്കായിരുന്നു. എല്ലാം ഒഴുകി ഇവിടെ വന്ന് നടക്കായിരുന്നു. ഞങ്ങളെല്ലാം തള്ളി അവിടെ കൊണ്ടിട്ട് ഒരുവിധപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്താണ് ആൾക്കാർക്ക് ഒന്ന് പോകാനൊക്കെ ആയിട്ട്. ഇവിടെ ഒക്കെ മറിച്ചും കട്ടായിരുന്നു. വലിയ കട്ടൊക്കെ കുറേ ഈ പറമ്പിലൊക്കെ എടുത്തിട്ട്
വണ്ടികളൊക്കെ ഒന്ന് ഒതുക്കി ഒക്കെ സൈഡാക്കി. ഇതൊക്കെ വട്ടം ഇങ്ങനെ മറിഞ്ഞ് കിടക്കായിരുന്നു, റൗണ്ടായിട്ട് ഇങ്ങനെ വഴി പോകാൻ പറ്റാതെ ബ്ലോക്കായിട്ട് കിടക്കായിരുന്നു. എല്ലാം നേരെയൊക്കെ വെച്ചത്. ഞാനൊന്ന് സ്പോട്ട് കണ്ടിട്ട് വരാം. എല്ലാവരും കിടക്കുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് ചെറിയൊരാശ്വാസം എന്ന് പറയാം. ഇവർ പുറത്തെങ്ങാനും ഇറങ്ങി നടക്കുമ്പോഴാണെങ്കിൽ ഇതിലും വലിയ അപകടം ചിലപ്പോൾ സംഭവിച്ചിരുന്നേനെ. എന്തായാലും അത് ദൈവം കാത്തു എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിന് ഉടനെ എങ്ങനെയാ പരിഹാരം എന്നുള്ളതിനാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടത്. ആകെയുള്ളൊരു ആശ്വാസം, കൊച്ചി നഗരത്തിനുള്ളൊരു ആശ്വാസം ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ വിവരണാതീതമായ നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കുടിവെള്ള വിതരണത്തെ ഇത് എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന പ്രശ്നമുള്ളത്. ബഹുമാനനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനുമായി ഇത്തരം കാര്യങ്ങളെല്ലാം അതിരാവിലെ തന്നെ ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ എല്ലാ കൗൺസിലർമാരും ഇവിടെ നടന്ന ഇടപെടലുകളിലെല്ലാം സജീവമായി തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവരെല്ലാവരും ഉണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിനോട് കൊച്ചി നഗരസഭയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ വന്നിട്ടുള്ള ഈ നാശനഷ്ടങ്ങളുണ്ട്. ആ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കണമെന്നുള്ളതാണ്. കാരണം ആളുകളുടെ വണ്ടികൾക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, മതിലുകൾക്ക് ഡാമേജ്, നിങ്ങളെല്ലാവരും അത് കവർ ചെയ്താണല്ലോ. അപ്പം അതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകണം. സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ ജലസംഭരണിയും വെള്ളം കയറി നശിച്ച വീടുകളും സന്ദർശിച്ചു. റവന്യൂ വകുപ്പ് അടിയന്തരമായി നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തുമെന്നും അതിനുശേഷം ആവശ്യമായ നഷ്ടപരിഹാരം വിതരണം ചെയ്യുമെന്നുമാണ് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. സ്ട്രക്ചറൽ ഫെയില്യൂർ ആണ്. ഇന്നലെ മിഡ് നൈറ്റ് ഒരു 2:30-2:40 AM ഇത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ശേഷം കുറേ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. താങ്ക് ഗോഡ് ജനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വാലാവട്ടെ, പിന്നെ വീടിൻ്റെ അകത്താവട്ടെ, പിന്നെ കുറച്ച് വെഹിക്കിൾസ്ക്കും എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു 30% കൊച്ചിൻ കോർപ്പറേഷനുടെ കുടിവെള്ളത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യേണ്ടി വരും. ചെറുനൽ പഞ്ചായത്തും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽസ് ഇപ്പോൾ എത്താനേ പോവുകയുള്ളൂ. വി വിൽ ഡു ദ അസസ്മെൻറ്റ്. എന്തെല്ലാം ഡാമേജസ് ആയിട്ടുണ്ടോ, അതൊക്കെ എന്തെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ത്വരിതഗതിയിൽ വി വിൽ എൻഷുർ ദാറ്റ് ദ വർക്ക് സ്റ്റാർട്ട്സ്. മണിക്കൂറുകളെടുത്താണ് വീടുകൾക്കകത്ത് കയറിയ ചെളിയും മണ്ണുമടക്കം നീക്കം ചെയ്തത്. എന്തായാലും ഇനി ഈ പ്രദേശവാസികൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ദിവസങ്ങൾ തന്നെ എടുക്കും. സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പലരും. നാൽപ്പത് വർഷം പഴക്കമുള്ളതാണ് തമ്മനത്തെ ജലസംഭരണി. 1,38,00,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള വലിയ ജലസംഭരണി. ഇതിൽ ഉണ്ടായിരുന്നത് 1,15,00,000 ലിറ്റർ വെള്ളമാണ്. ഈ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയി. കൊച്ചി നഗരസഭയുടെ 45-ാം ഡിവിഷന്റെ ഒരു ഭാഗത്തുകൂടിയാണ് ഈ വെള്ളം മുഴുവനായും ഒഴുകിപ്പോയത്. തമ്മനത്തെ വലിയ ജലസംഭരണി തകർന്നതോടെ കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണത്തെ ഇത് സാരമായി തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതിനുള്ള ബദൽ മാർഗങ്ങൾ തേടുകയാണ് കൊച്ചി കോർപ്പറേഷനും ജലവിതരണ അതോറിറ്റിയും. അല്ല, ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇരുന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഫൗണ്ടേഷൻ ഒന്ന് ഇരുന്നിട്ട് ഈ ഒരു ഇത് തള്ളിപ്പോന്നിരിക്കുകയാണ്. നമുക്ക് വിശദമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചി നഗരത്തെ പൂർണ്ണമായും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മളുടെ മറ്റേ കമ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം സ്റ്റോർ ചെയ്ത് പമ്പിങ് എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഇവൻച്വാലിറ്റിയാണ്. ഇതാരും എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവമല്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല. ആ രീതി തന്നെ നമുക്ക് സമാധാനിക്കാം. 40 വർഷം പഴക്കമുള്ള ടാങ്കാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. നമ്മളേതായാലും രണ്ടാമത് ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാട്ടർ അതോറിറ്റിയുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എടുത്തതിൻ്റെ കൂടെ ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു ഒപ്പീനിയനും കൊണ്ട് എടുത്തുകൊണ്ട് നമ്മൾ ലോഡ് ചെയ്യാമെന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. വർക്ക് ഓൾറെഡി അറേഞ്ച്ഡാണ്. ഒരു ചെറിയ പൈപ്പ് പൊട്ടിയാൽ പോലും കൊച്ചി നഗരത്തിൽ ആഴ്ചകളും മാസങ്ങളുമാണ് കുടിവെള്ളം കിട്ടാതിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ജലസംഭരണി തന്നെ തകർന്ന പശ്ചാത്തലത്തിൽ ഇനി എത്ര നാൾ കൊച്ചി നഗരവാസികൾക്ക് കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും? മരടിലെ ജലസംഭരണിയാണ് ഏക ആശ്രയം. അതുകൊണ്ട് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പക്ഷേ പൂർണ്ണമായും
അവിടെയും പ്രതിസന്ധി അകലുന്നില്ല. കുടിവെള്ള വിതരണം സ്തംഭിക്കുമ്പോൾ പിന്നെ ടാങ്കറുകളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ വിതരണ സംവിധാനം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഡിവിഷനിൽ ഒരു ചെറിയ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുമ്പോൾ വിതരണം ചെയ്യുന്ന സംവിധാനമാണ്. ഞങ്ങളുടെ ആ കോൺട്രാക്ടറിനും അതിനപ്പുറത്തേക്കുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ അതിന് സമാന്തരമായ ഒരു സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജീവ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം ടാങ്കറുകൾ ലഭ്യമാകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ച് കളക്ടറെ ഇതിൻ്റെ ഏകോപന ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ല, നഗരത്തിൽ ഇനിയാണ് അങ്ങോട്ട് കൂടുതൽ കാരണം ഇപ്പോൾ ഇളമക്കര, പാലാരിവട്ടം, മിക്കവാറും പ്രദേശങ്ങൾ, സിറ്റി, പല സ്ഥലങ്ങളിലേക്കും ഈ തമ്മനം പമ്പ് ഹൗസിൽ നിന്നാണ് നമ്മുടെ കുടിവെള്ള വിതരണം ഉള്ളത്. ആകെ ഒരു ആശ്വാസമുള്ളത് ഈ നമ്മൾ നേരത്തെ തന്നെ മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും സംവിധാനങ്ങളും നേരത്തെ JNNURM പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നതുകൊണ്ട് അവിടെ സമാന്തരമായൊരു സംവിധാനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ തേവര മുതൽ കുമ്പളങ്ങി അത്തരം പ്രദേശങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ചെല്ലാനം, പള്ളുരുത്തി മേഖല, ഇവിടെയെല്ലാം മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് ആയതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസമുണ്ട്. മാത്രമല്ല, ഇത് ആലുവയിൽ നിന്നുള്ള പമ്പിങ് ഏതെങ്കിലും കാരണവശാൽ പ്രതിസന്ധിയിലായാൽ സ്വാഭാവികമായും ഒരു ചെറിയ ഭാഗം കാറ്റർ ചെയ്യാൻ, ഒരു പകുതി ഭാഗം കാറ്റർ ചെയ്യാൻ മരട് പമ്പ് ഹൗസിന് കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആലുവയിൽ നിന്ന് 3 പൈപ്പ് ലൈനുകൾ വഴിയാണ് എറണാകുളം കൊച്ചി നഗരത്തിലേക്ക് വെള്ളം എത്തുന്നത്. ഒരു 900 mm വ്യാസമുള്ള പൈപ്പ് ലൈനുണ്ട്, 1050 mm ഉണ്ട്, 1200 ഉണ്ട്. ഈ 1200 പൈപ്പ് ലൈനിലൂടെയാണ് നമ്മളുടെ ഈ കൊച്ചി നഗരത്തിലേക്കുള്ള ഈ തമ്മനം പമ്പ് ഹൗസിൽ വെള്ളം എത്തുന്നത്. അതിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ബാക്കി 2 പൈപ്പ് ലൈനുകൾ വഴിയുള്ള ലൈനുകൾ വെള്ളം സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊച്ചി കോർപ്പറേഷൻ്റെ ഏകദേശം 30% ഭാഗത്തെയും അതുപോലെ ചേരാനല്ലൂർ പഞ്ചായത്തിനെയും ആണ് ഇത് ബാധിക്കുക. പേട്ട ഭാഗം, തൃപ്പൂണിത്തുറ പേട്ട ഭാഗത്തേക്കുള്ള പമ്പിങ്ങിനെയും ചെറിയ രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് കുടിവെള്ളം ഒരു വലിയ പ്രശ്നമായാൽ അത് വോട്ടിനെ തന്നെ നന്നായി ബാധിക്കും. ആ തിരിച്ചറിവ് സർക്കാർ സംവിധാനങ്ങൾക്കുമുണ്ട്. ഇടുക്കിയിലെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ തമ്മനത്തേക്ക് ഓടിയെത്തിയത്. 2 ചേംബറുകളുള്ള തമ്മനത്തെ ജലസംഭരണിയുടെ ഒരു ചേംബറെങ്കിലും വെള്ളം നിറച്ച് കുടിവെള്ള വിതരണം ഉറപ്പാക്കാനാണ് ഇപ്പോൾ ജലവിതരണ വകുപ്പ് ആലോചിക്കുന്നത്. 1,35,00,000 കപ്പാസിറ്റി കമ്പാർട്ട്മെൻറ്റ് 1 ഉം 2 ആയിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സംഭവം നടക്കുമ്പം 1.15 ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ കപ്പാസിറ്റി. അപ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യപ്പെടും. അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ഭാഗമായി തന്നെ കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറേ നാശനഷ്ടങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അന്വേഷിക്കാനായിട്ടും അതുമൂലം വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു. 700 mm വ്യാസമുള്ള പൈപ്പ് കൂടിയാണ് 2 കമ്പാർട്ട്മെൻറ്റിലേക്കും വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതിലൊന്നിപ്പം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. ബാക്കി വരുന്ന വെള്ളമാണ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ശേഖരിക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ മരടിയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്. അത് കമ്പാർട്ട്മെൻറ്റ് 1-ലായിരുന്നു വരുന്നത്. അതിപ്പം ബ്ലോക്ക് ചെയ്ത് 2-ലേക്ക് മാറ്റണം. ഉപരിതലത്തിൽ ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ്റർ കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും, അവിടെ തന്നെ ഇതിൻ്റെ ഒരു പ്രതലം 2 പ്രതലത്തിലും വെള്ളം ഉണ്ടായിരുന്നു. ഇത് 2 കമ്പാർട്ട്മെൻ്റ് ഇടുന്ന സമയത്ത് ഒന്ന് ഒഴിവാക്കപ്പെട്ട സമയത്ത് പ്രഷർ മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഭിത്തിയെ എങ്ങനെ ബാധിക്കും അത് പഠിക്കുന്നതിനുള്ള റിപ്പോർട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡ് മണൽച്ചാക്കിട്ട് സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് പമ്പിങ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യം ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്നതിനുള്ള സ്ഥിതിവിശേഷവും നോക്കും. അച്ഛനും അമ്മയും ഒക്കെ വീടിനകത്ത് കയറിയ ചെളിയും മറ്റ് മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്നതിനിടയിൽ കുട്ടികളുടെ ചില കൗതുക കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയ മീനുകളെ പിടിക്കാനായിരുന്നു കുട്ടികൾക്ക് ആവേശം. മീനെ കിട്ടി സന്തോഷമായ? മീൻ കണ്ടിട്ടില്ലേ ഇതുവരെ? പിടയ്ക്കുന്ന മീനെ കണ്ടിട്ടില്ലേ? അങ്ങനെ കണ്ടിട്ടില്ല, ഇപ്പേ കണ്ടത്. ആദ്യമായിട്ടാണോ ഇത്ര ഇവിടെ കിടന്ന് അങ്ങോട്ടൊക്കെ കിട്ടിയിട്ടില്ല. കുഞ്ഞു മീനെ കിട്ടുന്നു, പക്ഷെ അവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഇത് കണ്ടത്.
എനിക്ക് വെള്ളം വരുമ്പോ അവിടുന്ന് വരുന്നതാണ്. മീനെ എന്ത് ചെയ്യും? വളർത്തും. ഞങ്ങൾക്ക് മീനെ ഇഷ്ടം. ഞങ്ങളുടെ നേരത്തെ വീട്ടിലെ മീനുണ്ടായിരുന്നു. എവിടെന്നാ? റോഡിൽ നിന്നാ കിട്ടിയത് മൂന്നും? ആ. ഈ കുട്ടികളെ പോലെ തന്നെ തമ്മനത്തെ കൂത്താമ്പാടിക്കാർ നാളെ നല്ലൊരു തുടക്കം പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ആശങ്ക പൂർണ്ണമായി മാറണമെങ്കിൽ ജലസംഭരണിയുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. ഇനി ഇതുപോലൊരു ദുരന്തമുണ്ടാവില്ലെന്ന വിശ്വാസത്തിൽ അവർക്ക് അന്തിയുറങ്ങാൻ കഴിയണം. അത് ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. 40 വർഷം മുൻപ് ഈ വലിയ ജലസംഭരണി ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇത്രയധികം താമസക്കാർ ഈ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 10-20 വർഷമായിട്ടാണ് കൂടുതൽ ജനവാസ മേഖലയായി ഈ തമ്മനം മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സുരക്ഷിതമാണോ ഇവിടെ ഈ ജലസംഭരണി എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ 40 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ജലസംഭരണി നിലനിർത്തുക എന്നതും വലിയ വെല്ലുവിളിയായി സർക്കാരിന് മുന്നിലുണ്ട്. ഇറിഗേഷൻ സ്ട്രക്ചറുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ വാട്ടർ അതോറിറ്റിയുടെ പഴയ സ്ട്രക്ചറുകളൊക്കെ തന്നെയും 10, 50, 60 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. ഞാനിപ്പോൾ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറോട് സംസാരിച്ചു. സ്വാഭാവികമായിട്ടും 50 വർഷം വരെ ഇത്തരം കാര്യങ്ങൾക്കൊരു കുഴപ്പവും കണ്ടിട്ടില്ല. 50 കഴിഞ്ഞ് 60, 70 ആയ സ്ട്രക്ചറുകളും നിലനിർത്തിയിട്ടുണ്ട്. പ്രോപ്പർ മെയിൻ്റെനൻസ് ആണെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടാകേണ്ട സാധ്യതയില്ലെന്നാണ് എഞ്ചിനീയറിംഗ് ഞങ്ങളോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് ജോയിൻ്റായി ഇൻസ്പെക്ഷൻ നടത്താനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗവും കുസാറ്റും അതോടൊപ്പം തന്നെ PW ബിൽഡിംഗ് ഉൾപ്പെടുന്ന എഞ്ചിനീയറിംഗിനെ നിയോഗിച്ചുകൊണ്ട് ഒരു DPR ഡീറ്റെയിൽ പ്രോജക്റ്റ് അതിൻ്റെ പഠനവും കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി തരാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അതിപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടല്ല. ഇതിപ്പം ഉണ്ടായത് കണ്ടില്ലേ, ഇത് താഴേക്ക് മണ്ണ് ഇരിക്കുകയത് ഇരുന്നപ്പം ഇതിൻ്റെ ഓരോ സ്ട്രക്ചറുകളും വ്യത്യസ്തമായിരുന്നു. ഒന്ന് ഇളകി, അപ്പം തന്നെ ഉണ്ടായൊരു മാറ്റമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്, പരിശോധിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണ പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പ്ലാന്റ് അടക്കം സർക്കാർ ആലോചിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് നിലവിലുള്ള ഒരു വലിയ ജലസംഭരണി തന്നെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഇനി പുതിയ ജലസംഭരണി വേണം, അതോടൊപ്പം തന്നെ പുതിയ പ്ലാന്റ് വേണം. കൊച്ചി നഗരവാസികളുടെ കുടിവെള്ള പ്രശ്നം അടുത്തൊന്നും പൂർണ്ണമായും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്നതാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്.